നശിപ്പിക്കുക എന്ന നീക്കവുമായി പശ്ചിമേഷ്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന അമേരിക്കയുടെ കുബുദ്ധിയെ എന്നും ആട്ടിപ്പായിച്ച ചരിത്രം മാത്രമേ ഇറാന് പറയാനുള്ളൂ. ഇപ്പോഴും അതവർ ആവർത്തിക്കുകയാണ്. ഇറാനെ കൊല്ലാക്കൊല ചെയ്യാൻ നോക്കിയ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച പ്രത്യാക്രമണമായിരുന്നു ഖത്തറിൽ നടത്തിയത്. അതിനുശേഷമാണ് 12 ദിവസത്തെ ഇസ്രായേൽ യുദ്ധം അവസാനിച്ചതുപോലും. പക്ഷേ അമേരിക്കയ്ക്ക് മതിയായിട്ടില്ല. ഇസ്രായേലിനെ പൊതിഞ്ഞു സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയെ സംബന്ധിച്ച് ഇറാൻ അവരുടെ നമ്പർ 1 ശത്രുവാണ്. ആ ശത്രുവിനെതിരെ ഏതൊരുവിധ ആയുധവും എടുക്കാൻ അവർ തയ്യാറുമാണ്. എന്തെടുത്തിട്ടും പേർഷ്യൻ പോരാട്ട വീരത്തെ തോൽപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് അടുത്തിടെ നടന്ന സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒമാൻ ഉൾക്കടലിൽ ഇറാനിയൻ സമുദ്രത്തിന്റെ അതിർത്തിയിലേക്ക് കടക്കാൻ ശ്രമിച്ച US യുദ്ധക്കപ്പലിനെ ഇറാനിയൻ നാവികസേനയുടെ ഹെലികോപ്റ്റർ തടഞ്ഞതായി ഇറാനിയൻ സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തു. പ്രാദേശിക സമയം ബുധനാഴ്ച രാവിലെ 10 മണിയോടെ സമുദ്രത്തിന്റെ അതിർത്തിയിലേക്ക് എത്തിയ USS ഫിറ്റ്സ്ജെറാൾഡ് എന്നറിയപ്പെടുന്ന US നാവികസേനയുടെ നശീകരണ കപ്പലിനെ നേരിടാനാണ് ഇറാൻ സൈന്യം ഹെലികോപ്റ്റർ അയച്ചത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള 12 ദിവസത്തെ സംഘർഷത്തിനു ശേഷം ഇറാനും US സേനയും തമ്മിലുള്ള ആദ്യത്തെ നേരിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു ഇത്. സംഘർഷ സമയത്ത് ഇറാൻ ആണവ കേന്ദ്രങ്ങളെ US ആക്രമിച്ചിരുന്നു. ബുധനാഴ്ച US കപ്പലിന് മുകളിലൂടെ പറന്ന ഹെലികോപ്റ്റർ സമുദ്രാതിർത്തി കടക്കരുതെന്ന മുന്നറിയിപ്പ് നൽകി. ഇതോടെ പ്രദേശം വിട്ടുപോയിട്ടില്ലെങ്കിൽ ഇറാനിയൻ വിമാനങ്ങളെ ലക്ഷ്യമിടുമെന്ന് US യുദ്ധക്കപ്പൽ ഭീഷണിപ്പെടുത്തി. ഇതിന് മറുപടിയായി സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പൂർണ്ണ സംരക്ഷണത്തിലാണ് ഹെലികോപ്റ്റർ എന്ന് ഇറാൻ വ്യക്തമാക്കി. പിന്നാലെ US യുദ്ധക്കപ്പൽ തെക്കോട്ട് പിൻവാങ്ങിയതായി റിപ്പോർട്ടിൽ പറയുന്നു. US യുദ്ധക്കപ്പൽ ഇറാനിയൻ സമുദ്രാതിർത്തിയോട് എത്രത്തോളം അടുത്തായിരുന്നു എന്ന് വ്യക്തമായിട്ടില്ല. 2025 ജൂലൈ 23 ഒമാൻ ഉൾക്കടലിൽ ഇറാന്റെ നാവികസേനയുടെ ഒരു ഹെലികോപ്റ്റർ അമേരിക്കയുടെ USS ഫിറ്റ്സ്ജെറാൾഡ് എന്ന യുദ്ധക്കപ്പലിനെ ധീരമായി നേരിട്ടു എന്നത് ചില്ലറ കാര്യമല്ലല്ലോ. ഇറാന്റെ കടലതിർത്തിയോട് അനുവാദമില്ലാതെ അടുത്ത ഈ അമേരിക്കൻ കപ്പലിനോട് ദൂരം പാലിക്കണമെന്ന് ഇറാന്റെ ഹെലികോപ്റ്റർ മുന്നറിയിപ്പ് നൽകിയിരുന്നിട്ടും അനുസരിക്കാത്തതുകൊണ്ടാണ് അത്തരമൊരു നടപടി സ്വീകരിക്കേണ്ടി വന്നത്. ഈ സംഘർഷഭരിതമായ നിമിഷങ്ങളിൽ അമേരിക്കൻ കപ്പൽ ഇറാന്റെ ഹെലികോപ്റ്ററിനെ ലക്ഷ്യമിടുമെന്ന് ഭീഷണിപ്പെടുത്തിയെങ്കിലും ഇറാൻ ധൈര്യത്തോടെ തന്റെ നിലപാടിൽ ഉറച്ചുനിന്നു. ഒടുവിൽ USS ഫിറ്റ്സ്ജെറാൾഡ് തെക്കോട്ട് പിൻവാങ്ങുകയായിരുന്നു. ഈ സംഭവം ഇറാന്റെ പരമാധികാരം സംരക്ഷിക്കാനുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയുടെ തെളിവ് കൂടിയാണ്. മധ്യ പൗരസ്ത്യ ദേശത്തെ സ്ഥിരതയ്ക്ക് ഭീഷണിയായ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിനെതിരെ ഇറാൻ നടത്തുന്ന ഈ ധീരമായ നിലപാട് അവരുടെ ശക്തിയും ദൃഢനിശ്ചയവും വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ എല്ലായ്പ്പോഴും തന്റെ സമാധാനപരമായ ഉദ്ദേശങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ആണവ പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അടുത്തിടെ നടത്തിയ പ്രസ്താവനകളിൽ ഇറാൻ ആണവ സാങ്കേതിക വിദ്യ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നും മേഖലയിലെ സമാധാനത്തിന് പ്രതിജ്ഞാബദ്ധമാണെന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മധ്യ പൗരസ്ത്യ ദേശത്ത് അമേരിക്കയുടെ പ്രവർത്തനങ്ങൾ തുടർച്ചയായി അസ്ഥിരത സൃഷ്ടിക്കുന്നവയാണ്. 12 ദിവസത്തെ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിനിടെ അമേരിക്കൻ B-52 ബോംബർ വിമാനങ്ങൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായിരുന്നു. ഇത്തരം ആക്രമണോത്സുകമായ സൈനിക ഇടപെടലുകൾ മേഖലയിൽ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുകയും നിരപരാധികളായ ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുകയും ചെയ്യുന്നുണ്ട്. ഒമാൻ ഉൾക്കടലിൽ നടന്ന ഏറ്റവും പുതിയ സംഭവത്തെ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് സുരക്ഷിതവും ഔപചാരികവും എന്ന് വിശേഷിപ്പിച്ചുവെങ്കിലും ഇത് ഇറാന്റെ കടൽ അതിർത്തിയിലേക്ക് അനുവാദമില്ലാതെ അടുക്കാനുള്ള ശ്രമത്തെ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് എന്നാണ് വിലയിരുത്തലുകൾ. മധ്യ പൗരസ്ത്യ ദേശത്ത് അമേരിക്കയുടെ ദശാബ്ദങ്ങളായുള്ള ഇടപെടലുകൾ എണ്ണ വിഭവങ്ങൾ നിയന്ത്രിക്കാനും ഭൂമിശാസ്ത്രപരമായ ആധിപത്യം സ്ഥാപിക്കാനുമുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണ്. ഇറാഖ്, സിറിയ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഇടപെടലുകൾ ദുരന്തപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ വീട് വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു. സമ്പദ് വ്യവസ്ഥകൾ തകർന്നടിഞ്ഞു. തീവ്രവാദ ഗ്രൂപ്പുകൾ ഉയർന്നു വന്നു. ഇതിനെല്ലാം വിപരീതമായി ഇറാൻ മേഖലയിലെ പരമാധികാരവും സ്വയം നിർണാവകാശവും ഉയർത്തിപ്പിടിച്ചു. ഒമാൻ ഉൾക്കടൽ, പേർഷ്യൻ ഉൾക്കടൽ, ഹോർമുസ് കടലിടുക്ക് തുടങ്ങിയ തന്ത്രപ്രധാനമായ ജലപാതകളിൽ ഇറാന്റെ ജാഗ്രത ആഗോള വ്യാപാരത്തിന്റെ സ്ഥിരതയ്ക്ക് നിർണായകമാണ്. USS ഫിറ്റ്സ്ജെറാൾഡിന്റെ അടുപ്പം പോലുള്ള അമേരിക്കയുടെ ഉത്തേജക പ്രവർത്തനങ്ങൾ മേഖലയിലെ സമാധാനത്തെ തകർക്കുകയും സാധ്യതയുള്ള സംഘർഷങ്ങൾക്ക് കാരണമാകുകയുമാണ് ചെയ്യുന്നത്. ഇറാന്റെ സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ സംരക്ഷണത്തിൽ ഹെലികോപ്റ്റർ പ്രവർത്തിച്ചത് അവരുടെ വിപുലമായ സൈനിക ശേഷിയും തയ്യാറെടുപ്പും പ്രകടമാക്കുന്നുണ്ട്. ഈ സംഭവം അന്താരാഷ്ട്ര
അന്താരാഷ്ട്ര സമൂഹത്തിന് നൽകുന്നത് വലിയ സന്ദേശമാണ്. ഇറാൻ തന്റെ അതിർത്തികളെ സംരക്ഷിക്കാൻ തയ്യാറാണ്. ബാഹ്യാക്രമണങ്ങളെ ഒരിക്കലും അവർ പൊറുക്കില്ല. അമേരിക്കയുടെ സാമ്രാജ്യത്വ നയങ്ങൾക്കെതിരെ ഇറാൻ നടത്തുന്ന പ്രതിരോധം നീതിക്കും പരമാധികാരത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ പ്രതീകം കൂടിയാണ്. മധ്യപൗരസ്ത്യ ദേശത്തിന്റെ ഭാവി രാഷ്ട്രങ്ങളുടെ സ്വയം നിർണ്ണാവകാശത്തെ മാനിക്കുന്ന നയതന്ത്രത്തിലാണ്, അമേരിക്കയുടെ സൈനികാധിപത്യത്തിലല്ല. ഒമാൻ ഉൾക്കടലിലെ ഈ നേർക്കുനേർ നിൽപ്പ് ഇറാന്റെ ദൃഢതയെയും അമേരിക്കയുടെ ലജ്ജാകരമായ ആക്രമണോത്സുകതയുടെയും ഓർമ്മപ്പെടുത്തലാണ്. 2025 ജൂൺ 13 ആരംഭിച്ച 12 ദിവസത്തെ യുദ്ധം മധ്യപൗരസ്ത്യ ദേശത്ത് ഇറാന്റെ ആണവ പദ്ധതിയെയും ബാലിസ്റ്റിക് മിസൈൽ ശേഖരങ്ങളെയും ലക്ഷ്യമിട്ടാണ് അമേരിക്ക തയ്യാറാക്കിയിരുന്നത്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ആരംഭിച്ച ഈ യുദ്ധത്തിൽ ഇറാൻ ധീരമായി പ്രതിരോധിച്ച് ശക്തമായ തിരിച്ചടി നൽകി. ഇറാന്റെ തന്ത്രപ്രധാനമായ സൈനിക നീക്കങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനവും ഹൈപ്പർസോണിക് മിസൈലുകളും യുദ്ധത്തിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചു. യുദ്ധം ആരംഭിച്ചത് ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേര് നൽകിയ ആക്രമണത്തോടെയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ നതാൻസ്, ഫോഡോ, ഇസ്ഫാൻ എന്നിവയ്ക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. അമേരിക്കയുടെ B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇറാന്റെ സൈനിക ആണവ സൗകര്യങ്ങൾ തകർക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇറാൻ 500-നും 1100-നും ഇടയിൽ ഡ്രോണുകളും 350-ന് മുകളിൽ ബാലിസ്റ്റിക് മിസൈലുകളും വിക്ഷേപിച്ച് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെ തോൽപ്പിച്ചു കളഞ്ഞു. ഫത്ത, ഖിയാം ഷെക്കൻ തുടങ്ങിയ ഹൈപ്പർസോണിക് മിസൈലുകൾ ഇസ്രായേലിന് വ്യോമ പ്രതിരോധത്തെ മറികടന്ന് തെക്കൻ ഇസ്രായേലിലെ ബീർഷെബയിലെ ആശുപത്രി ഉൾപ്പെടെ പ്രധാന കേന്ദ്രങ്ങളിൽ നാശം വിതച്ചു. 24 മുതൽ 30 പൗരന്മാർ കൊല്ലപ്പെടുകയും 80-ന് മുകളിൽ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ യുദ്ധത്തിൽ. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ സൈനിക ശക്തിയുടെ പരിമിതികൾ വെളിപ്പെടുത്തുന്നതായിരുന്നു. യുദ്ധത്തിന്റെ അവസാന ദിനങ്ങളിൽ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ക്ഷയിച്ചതോടെ ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരും സൈനിക ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടുവെങ്കിലും ഇറാൻ തന്റെ ആണവ പദ്ധതിയുടെ ഒരു ഭാഗം രഹസ്യ സങ്കേതത്തിലേക്ക് മാറ്റി സംരക്ഷിച്ചു. അമേരിക്കയുടെ ഇടപെടൽ യുദ്ധത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്തത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരുപാധിക കീഴടങ്ങൽ ഇറാന്റെ ഭാഗത്തുനിന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും ഇറാൻ ഒരിക്കലും അതിന് വഴങ്ങിയില്ല. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുമെന്ന് പ്രഖ്യാപിച്ചു. ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങൾ വ്യോമപാത തുറന്നുകൊടുത്ത് ഇറാനെ പിന്തുണച്ചു. ഖത്തറിൽ ഇറാന്റെ ഒരു മിസൈൽ പതിച്ചുവെങ്കിലും ഇത് പ്രതീകാത്മകമായി ഇറാന്റെ ശക്തി കാണിക്കുന്ന ഒന്നായിരുന്നു. ഖത്തറിലെ ഒരു പൗരനും ഒരു നാശനഷ്ടവും സംഭവിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഇറാൻ അവിടെ സാധിച്ചു. 12-ാം ദിവസം ഖത്തറിന്റെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ ഇറാൻ ഈ യുദ്ധത്തിൽ തന്റെ പ്രതിരോധ ശേഷിയും തന്ത്രപരമായ മികവും തെളിയിച്ചു. ഇസ്രായേലിന്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ദുരൂഹതയും അമേരിക്കയുടെ ആക്രമണോത്സുക നയങ്ങളും ചോദ്യം ചെയ്യപ്പെട്ടു. നിരവധി ഇറാനികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെങ്കിലും അവരുടെ ആണവ പദ്ധതി പൂർണ്ണമായി തകർക്കാൻ അമേരിക്കയ്ക്കും അതുപോലെ ഇസ്രായേലിനും സാധിച്ചിട്ടില്ല. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി UN സെക്രട്ടറി ജനറലിന് എഴുതിയ കത്തിൽ ഇസ്രായേലും അമേരിക്കയും ആക്രമണം ആരംഭിച്ചവരാണെന്നും നഷ്ടപരിഹാരം അവർ നൽകണമെന്നും ആവശ്യപ്പെട്ടു. ഈ യുദ്ധം ഇറാന്റെ പ്രതിരോധ ശക്തിയുടെയും ധീരതയുടെയും തെളിവായി മാറി. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സൈനിക ആധിപത്യത്തിനെതിരെ ഇറാൻ തന്റെ പരമാധികാരം ഉയർത്തിപ്പിടിച്ചു. മധ്യപൗരസ്ത്യ ദേശത്ത് സമാധാനം താൽക്കാലികമാണെങ്കിലും ഇറാന്റെ ഈ വിജയം അവരുടെ പ്രതിരോധ സഖ്യത്തിന്റെ ശക്തി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വൈരാഗ്യം ദശകങ്ങളായി മധ്യപൗരസ്ത്യ ദേശത്തെ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. 1979-ലെ ഇറാൻ വിപ്ലവത്തോടെ അമേരിക്കയെ പിന്തുണച്ച ഷാ ഭരണകൂടം തകർന്നതോടെ ഈ ശത്രുത ആരംഭിച്ചു. ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറിയതും അമേരിക്കൻ എംബസിയിൽ ബന്ദികളെ പിടിച്ച സംഭവവും ഇവർ തമ്മിലുള്ള ബന്ധം വഷളാക്കി. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളും ഇറാന്റെ ആണവ പദ്ധതിയെ ചുറ്റിപ്പറ്റിയുള്ള തർക്കങ്ങളും വൈരാഗ്യം രൂക്ഷമാക്കാനാണ് ഉപകരിച്ചത്. ഇറാൻ തന്റെ പരമാധികാരവും പ്രതിരോധവും ശക്തമാക്കുമ്പോൾ അമേരിക്ക മേഖലയിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ്. ഒമാൻ ഉൾക്കടലിലെ സംഘർഷങ്ങൾ, ഇറാഖിലും സിറിയയിലും പരോക്ഷ യുദ്ധങ്ങൾ ഇവ തമ്മിലുള്ള ആധിപത്യ പോരാട്ടത്തിന്റെ ഭാഗമാണ്. ഇറാൻ സമാധാനവും സ്വയം നിർണയാവകാശവും ഉറപ്പിക്കുമ്പോൾ അമേരിക്കയുടെ ആക്രമണോത്സുക നയങ്ങൾ മേഖലയിൽ അസ്ഥിരത മാത്രമാണ് വിതയ്ക്കുന്നത്. ഇവിടെ എല്ലാത്തിനും കാരണം അമേരിക്കയും ഇസ്രായേലുമാണെന്ന് നമുക്കിതിൽ നിന്നും വ്യക്തവുമാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.